തിരുവനന്തപുരം നെടുമങ്ങാട് അർച്ചിത് എന്ന് പറയുന്ന കുഞ്ഞിന്റെ മരണമാണല്ലോ ഇപ്പൊ എല്ലായിടത്തെയും ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ. സ്വന്തം അമ്മയും രണ്ടാനച്ഛനും കൂടി ചേർന്ന് ഈ അർച്ചിതിനെ അങ്ങ് ഇല്ലാതാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ. എന്തായാലും നമുക്കിവിടെ അർച്ചിതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തുവിടുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റീസെന്റ് യൂട്യൂബിന് പോളിസിയൊക്കെ ഒരുപാട് മാറിയത് കൊണ്ട് തന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്ത് വൻ രീതിയിലുള്ള പണികളാണ് ഇപ്പൊ യൂട്യൂബ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിൽ കൂടി എന്റെ പരിധിക്കുള്ളിൽ ഇന്നുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം. എന്നെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. എനിവേ, ഇവിടെ അർച്ചിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരാണ് അഷ്കർ. ആ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ മരണപ്പെട്ട അർച്ചിതിന്റെ രണ്ടാനച്ഛൻ, ഈ അർച്ചിതിന്റെ അമ്മയുടെ പേരെന്ന് പറയുന്നത് അഖില എന്നുള്ളതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ അഷ്കർ എന്ന് പറയുന്നവൻ പക്ക ഒരു സൈക്കോ ആണ്. ഇവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഉപദ്രവിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഹോബി എന്ന് പറയുന്നത്. ഇവൻ ആദ്യമായിട്ടല്ല ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കുന്നത്. ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവന് മുമ്പ് 2022 ഒരു വിവാഹം കഴിച്ചതാണ്. ആമിന എന്നെങ്ങാനുമാണ് ആ പെണ്ണിന്റെ പേര്. ഇന്ന് ആ പെണ്ണ് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ വീൽ ചെയറിൽ കഴിയുകയാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഒരു പെണ്ണിനെയും കിട്ടി അവളുടെ ജീവിതം ആ രീതിയിലാക്കിയതിനു ശേഷമാണ് ഈ അഷ്കർ എന്ന് പറയുന്നവൻ അഖിലയെ പരിചയപ്പെടുന്നത്. ഇനി അഖിലയെ കുറിച്ച് പറയാനാണെങ്കിൽ അഖിലയുടെ ഭർത്താവ് മരിച്ചതാണ്. ആ ബന്ധത്തിലാണ് അർച്ചിത് എന്ന കുഞ്ഞുമോനുണ്ടായത്. എന്തായാലും അർച്ചിതിനെയും നോക്കി അഖില ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് അഷ്കറിന് അഖില പരിചയപ്പെടുന്നത്. അങ്ങനെ ആ പരിചയം വളർന്ന് പ്രണയത്തിലായി. ഇരുവരും വിവാഹം കഴിക്കാൻ പോലും തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനത്തെ അഖിലയുടെ വീട്ടുകാർ നന്നായി എതിർത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഖിലയുടെ അമ്മ. അവർക്കൊന്നും ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു. ഒന്നാമത് ഇവനൊരു അന്യമതസ്ഥനാണ്, അത് പിന്നെയും പോട്ടെന്ന് വെക്കാം. അത് കൂടാതെ അവൻ മുമ്പ് ഒരുത്തിയെ കിട്ടി. അവളെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയവനാണ് ഇവൻ. അങ്ങനെയുള്ളവന് ആരെങ്കിലും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ അഖിലയുടെ അമ്മയടക്കം ഈ ബന്ധത്തിനെതിരെ നിന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രണയമാണ്, അറിയാലോ, പ്രണയത്തിന് കണ്ണും മൂക്കൊന്നുമില്ല. ഇവര് വീട്ടുകാരുടെ എതിർപ്പിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഏതൊരു അമ്പലത്തിൽ പോയി താലി കെട്ടി. താലി കെട്ടിയെന്ന് മാത്രമല്ല, ഒരുമിച്ച് താമസവും തുടങ്ങി. ആദ്യമൊക്കെ ഇവിടെ അഖില കുഞ്ഞിനെ എനിക്ക് വേണ്ട, കുഞ്ഞിനെ അമ്മ എടുത്തോട്ടെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തതാണ്. കുറെ കാലമൊക്കെ അഖിലയുടെ അമ്മ കുഞ്ഞിനെ നോക്കി. പിന്നീട് കുഞ്ഞിനെ അമ്മ നോക്കണം എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. കുഞ്ഞിനെ കൈ കിട്ടിയ ഡേ 1 മുതൽ ഈ അഷ്കർ എന്ന് പറയുന്നവന് കുഞ്ഞിനെ നന്നായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവനെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ചുറ്റുമുള്ള ആരും അറിഞ്ഞിരുന്നില്ല. കാരണം ഇവരുടെ വീട് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു. അയൽവാസികളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നടക്കുന്ന അതിക്രമങ്ങളൊന്നും ചുറ്റുമുള്ള ആരും അറിഞ്ഞിരുന്നില്ല. എന്തായാലും കുറെ കാലം അഷ്കറിന്റെ ഉപദ്രവങ്ങൾ തുടർന്നു പോകുന്നു. അങ്ങനെ ഒരിക്കലും എന്താ, ഈ അഷ്കറിന്റെ ഉപദ്രവം കാരണം അർച്ചിതിന്റെ 2 കൈയും ഒടിഞ്ഞു. അത് കാരണം അവന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടു. ഇതെന്തായി അഖിലയുടെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്നേരം തന്നെ അഖിലയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി എഴുതി കൊടുത്തതാണ്. കുഞ്ഞിനെ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ഉപദ്രവിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്നേരമുള്ള പോലീസുകാരുടെ റെസ്പോണ്ട് എന്താണെന്ന് അറിയോ? അതിനെക്കുറിച്ച് അഖിലയുടെ അമ്മ പറയുന്നങ്ങളൊന്ന് കേട്ടു. കുഞ്ഞിന്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് ശരിയാണ്. പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ, ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. 1.5 വർഷം നിങ്ങൾക്ക് നോക്കിയെങ്കിൽ തുടർന്ന് അങ്ങോട്ട് നോക്കിയാൽ പോരായിരുന്നു. എന്തിനായിരുന്നു ആ ഉപദ്രവകാരിയായിട്ടുള്ള അമ്മക്കും രണ്ടാനച്ഛനും സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുത്തത്? അതുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണോ? സീരിയസ് ആയിട്ട് എടുത്തില്ലാന്ന് ഒരു പക്ഷെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞതാണ്, ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്തതാണ്. അവിടെ താഴെ നമ്മളെ SIയുടെ അടുത്തായാലും DYSPയുടെ അടുത്തായാലും പറഞ്ഞു. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ എന്തോ ഈ ഒളിഞ്ഞിരിക്കാത്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്ന കൂട്ടത്തില്ല. ഞാൻ സാർ എനിക്കിങ്ങനെ ഒരു ഇത് ഉണ്ട്, സംശയമുണ്ട് സാർ, അത് അന്വേഷിക്കണം. അപ്പോൾ പറഞ്ഞു കുഞ്ഞിന്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് ശരിയാണ്. പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ, ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 2 കൈയും ഒടിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. സാർ അതിൻ്റെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് എൻ്റെ മനസ്സ് പോലെ മൊത്തം കല്ലിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണില്ല. ചൈൽഡ് ലൈനിൽ ഈ കൈ ഒടിഞ്ഞ സമയത്ത് തന്നെ, അതായത് ഈ 5-ാം തീയതി ഈ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് രാവിലെ ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് സംസാരിച്ച് സാർ പറഞ്ഞത് നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കല്ലേ, ഇന്ന ദിവസം അവിടെ ചെല്ലാൻ പറയല്ലേ, അവിടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ
അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടൊന്നും എന്ത് കോംപ്രമൈസ്? ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കോംപ്രമൈസ് ചെയ്ത് വിടുന്ന പരിപാടി ആദ്യം പോലീസുകാരെ അവസാനിപ്പിക്കണം. ആ പരിപാടി അവസാനിപ്പിച്ചാൽ തന്നെ ഇവിടെ ഒരു വിധത്തിലുള്ള മരണങ്ങളൊക്കെ ഇല്ലാതാവും. ഇത് എപ്പോ ഒരു ഫാമിലി മാറ്റർ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇവരുടെ അപ്രോച്ച് ഇങ്ങനെയാണ്, അങ്ങ് കോംപ്രമൈസ് ചെയ്ത് വിടും. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പോലീസ് സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറയാതെ വയ്യ. നമ്മളെ പോലീസുകാരെ കൊണ്ട് ആകെ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു മർഡർ തെളിയിക്കുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അതിൽ അടിപൊളിയാണ് നമ്മുടെ പോലീസുകാർ, എല്ലാ കേസുകളും അടിപൊളിയായിട്ട് തെളിയിക്കും. പക്ഷെ ഇങ്ങനത്തെ ഫാമിലി കേസുകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരങ്ങ് തീരെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ഒരുപാട് വർക്ക് പ്രഷർ ഒക്കെ ഉണ്ട്. 10,000 പേർക്ക് ഒരു പോലീസുകാരൻ എങ്ങനെയാണല്ലോ കണക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ ജനവർക്കും ഒരുപാട് വർക്ക് പ്രഷർ ഉണ്ട്. അതിന്റെ ഇടയിൽ ഫാമിലി മാറ്ററുമായി കൊണ്ട് ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ഇവരത് തലയിൽ കൊടുക്കാൻ പോണില്ല, ഇവർ മാക്സിമം ഒത്തുതീർപ്പാക്കി വിടും. അങ്ങനെ ഒത്തുതീർപ്പാക്കി വിടുന്ന കേസുകളാണ് ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ കുഞ്ഞിനെ അടിച്ചു കൊന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിട്ട് തിരിച്ചു വരുന്നത്. ഈ പരിപാടി പോലീസുകാർ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര കേസുകളായി ഇത്തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എപ്പോൾ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റും ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു, അവർ കോംപ്രമൈസ് ആക്കി വിട്ടു എന്നുള്ളത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് പോലീസുകാർ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കും. ഇവിടെ കുഞ്ഞിനെ കൈയൊടിഞ്ഞ് കുഞ്ഞിന്റെ അമ്മാമ്മ വന്ന് പരാതി പറഞ്ഞിട്ട് പോലും, നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തന്നിട്ട് പോലും നിങ്ങൾക്ക് കേസെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാം? ഇവിടെ പോലീസുകാർ പോട്ടെ, ചൈൽഡ് ലൈനിൽ പോലും പരാതി കൊടുത്തില്ലേ, എന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു അച്ഛനും അമ്മയും മാത്രമല്ല, ഒരു എൻ്റയർ സിസ്റ്റത്തിന്റെ തന്നെ ഫെയിലിയർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ആദ്യം ഈ അമ്മാമ്മ കേസ് കൊടുത്ത സമയത്ത് കൃത്യസമയത്ത് സിസ്റ്റം ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞൊരു പക്ഷേ ജീവിച്ചിരുന്നേനെ, ഉറപ്പായും ജീവിച്ചിരുന്നേനെ. ഇനിയെങ്കിലും ഇവിടുത്തെ സിസ്റ്റം കണ്ണു തുറന്ന് പ്രവർത്തിക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടിയും ഈ പറയുന്ന അർച്ചിതിന്റെ മരണത്തിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റും കൂടി ഉണ്ട് കേട്ടോ. അതിനെ കുറിച്ചും കൂടി പറയാതെ വയ്യ. അതൊരു ഡാൻസ് ടീച്ചറാണ്. ഈ പറയുന്ന അസ്കറും അഖിലയും തമ്മിൽ അടുക്കാൻ പ്രധാന കാരണക്കാരി ഈ ഡാൻസ് ടീച്ചർ തന്നെയാണ്. ഇവർ ഒളിച്ചോടി വിവാഹം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും ഈ ഡാൻസ് ടീച്ചർ തന്നെയാണ്. മാത്രമല്ല ഇവരുടെ വിവാഹശേഷം ഈ ഡാൻസ് ടീച്ചർ ഇവരെ നന്നായി സംരക്ഷിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അഖിലയുടെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അവൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ പ്രപ്പോസൽ ആയിട്ട് വന്നത് ഡാൻസ് ക്ലാസ്സിലെ അനു എന്ന് പറഞ്ഞ ആ വ്യക്തി അവളുടെ ഹസ്ബൻഡുമാണ് വന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് കുഞ്ഞിനെ നോക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിച്ച് കൊടുക്കാറുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ എപ്പോഴും പിന്നെ ഫോൺ നമ്പറൊക്കെ കൈമാറി ഇവർ രഹസ്യമായിട്ട് വിളിക്കാൻ തന്നു. പിന്നീട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇവളിങ്ങനെ ഓവറായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു ഇങ്ങനെ അഷ്കറേട്ടനാണ്, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിലല്ലതാവട്ടെ, പ്രത്യേകിച്ച് അവൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടി ഇപ്പോൾ സീരിയസ് അവസ്ഥയിലാണ്, RCC പേഷ്യൻ്റ് ആണ്, അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് കളയരുത്, നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാവും, അങ്ങനെ ചെയ്യരുത് എന്ന് എൻ്റെ മോളോടും അവനോടും ഞാൻ പ്രത്യേകം പറയാനുണ്ടായിരുന്നു. അവ പോകുന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് ഇവർ നിരന്തരം ഇങ്ങനെ ഫോൺ വിളിയും എല്ലാം ആയി. പിന്നീട് ഇവരെ കൊണ്ട് തമിഴ്നാട്ടിലെ ഏതോ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് കാല് കെട്ടിയെന്ന് പറയുന്നു. പക്ഷെ എല്ലാം ഇമിറ്റേഷനാണ് ഇട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങളിവിടെ അറിയുന്നത്. അവൻ ഈ കൊച്ചിനെ നോക്കൂല, കൊച്ചിനെ ഇഷ്ടമില്ല, വീട്ടിൽ ഉമ്മാക്കും സഹോദരിക്കും ഒന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തത്. എന്നാൽ അന്ന് സ്റ്റേഷനിൽ പോയപ്പോഴും സാർ പറഞ്ഞു, നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്ക്, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഇവള് കുഞ്ഞിനെയും കൊണ്ട് പോയതായിട്ടാണ് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അറിയുന്നുണ്ട്, പിന്നെ കയ്യിൽ പ്ലാസ്റ്റർ എടുത്തു. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ വളവുണ്ടായിരുന്നു, ആ വളവ് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പി ഇടണം, അത് അഷ്കർ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഉപദ്രവിച്ച് 2 കൈ മുടിച്ചവൻ അഷ്കർ. അതേ അഷ്കർ തന്നെ കുഞ്ഞിനെ ചികിത്സിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവനെ കണ്ടല്ലോ സൈക്കോ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. എന്റെ വായിൽ വേറെ പല പേരുകളുമാണ് വരുന്നത്. തൽക്കാലം ഞാനത് പറയുന്നില്ല. എങ്ങനെയാണ് ഇഷ്ടം ഒരു മനുഷ്യൻ ഇങ്ങനെ കഥപ്പതിക്കാൻ പറ്റുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കി കേട്ടോക്കാം. അപ്പോൾ അവർക്ക് എന്നോട് ചോദിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട് പ്രോഗ്രാമിന് പോയത്. അതാണ് ഈ 27-ാം തീയതി 28-ാം തീയതി പോയത് എന്നാണ് ഇന്നലെ ഞാൻ ഓരോരുത്തർ എന്നോട് പറഞ്ഞ് ഞാൻ അറിയുന്നത്. എന്ത് തന്നെ ആയാലും എൻ്റെ കുഞ്ഞിന്റെ ജീവൻ പോയല്ലോ, ഇവളിനി ആർക്ക് വേണ്ടി ജീവിക്കും? ഇവൾക്കിനി ജീവിക്കാൻ അസ്കറേട്ടൻ ഉണ്ടല്ലോ. ഇനിയിപ്പോ കുഞ്ഞും കൂടി പോയിച്ചിരിക്കും 2 പേർക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഇതിപ്പോ കുറച്ചു കാലം അസ്കർ ഇപ്പൊ ജയിലിൽ കഴിയും. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇവൻ നല്ല നടപ്പിന് പേര് സുഖമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോരും. പിന്നെ ശിഷ്ടകാലം അഖിലക്കും അസ്കറിനും സുഖമായിട്ട് ജീവിക്കാമല്ലോ. കുഞ്ഞൊരു തടസ്സമായിട്ട് അവിടെ ഇല്ലല്ലോ. വല്ലാത്തൊരു ജന്മഷ്ട. എന്നാലും അഖിലിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെടുത്ത് ഈ അസ്കർ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അവന്റെ കൂടെ ജീവിച്ചാൽ തന്റെ കുഞ്ഞിന്റെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോ അവൾക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നൂടായിരുന്നു. പിന്നെ എന്തിനാ അവൾ അവിടെ കടിച്ചു തൂങ്ങി നിന്നു? ആ കുഞ്ഞിനേക്കാളും വലുതായിരുന്നു അവൾക്ക് അവൻ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. വല്ലാത്തൊരു പെണ്ണിഷ്ട. എന്തായാലും ഇവിടെ ഡാൻസ് ടീച്ചറുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അഖിലയുടെ അമ്മ സംസാരിച്ച് നമ്മൾ കേട്ടല്ലോ. ഈ അഖിലയുടെയും അസ്കറിന്റെയും ബന്ധത്തിന് വേണ്ടി ഉയരും കൊടുത്ത് നിന്ന ആളാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതേ ഡാൻസ് ടീച്ചറിനെ കുറിച്ച് തന്നെ അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ അച്ഛൻ അഥവാ മരിച്ചുപോയ അർച്ചിതിന്റെ അച്ചാച്ചൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കി. കിട്ടാനൊക്കെ ശ്രമിച്ചിരുന്നു അല്ലേ? 3 മാസം കൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ ആയിരുന്നു, ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ഈ അഖില ഡാൻസിന് പോകുന്ന ഡാൻസ് ടീച്ചർ ആണ് എന്നെ വിളിച്ചത്. ഡാൻസ് ടീച്ചർ എന്നെ വിളിച്ച് അവർ പാലക്കാട് നിൽക്കുകയാണ് ഇപ്പോൾ. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, വന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഇതുവരെ എന്നെ വിളിക്കുക. ഈ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു ഫോൺ കോളിൽ പോലും എന്നെ വിളിച്ച് ചോദിക്കുകയോ ഇവിടെ വരികയോ ചെയ്തിട്ടില്ല. ഈ അസ്കറും ഈ ഡാൻസ് ടീച്ചറും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവർ കുഞ്ഞിനെ ആദ്യം തരാമെന്ന് പറഞ്ഞിട്ട് യവനുമായിട്ട് ചേർന്ന് കുഞ്ഞിനെ തരാതിരിക്കാനുള്ള എല്ലാ രീതിയിലും ഇവർ ഇടപെട്ട് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവർക്ക് കറക്റ്റ് ഈ കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നതും ഈ സംഭവങ്ങളെല്ലാം ഈ ടീച്ചറിനറിയാം. ടീച്ചറിനെ വിളിച്ച് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ, അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവിടെ ഈ ഡാൻസ് ടീച്ചർ ചില്ലറക്കാരി അല്ല എന്നർത്ഥം. ഇവിടെ മരിച്ചുപോയ അർച്ചിതിന് അമ്മാമ്മ പറയുന്നു കുഞ്ഞിന്റെ അമ്മയും രണ്ടാനച്ഛനും വേണ്ടി ഊരും ഉയരും കൊടുത്ത് നിന്നത് ഡാൻസ് ടീച്ചർ ആണെന്ന്. അതുപോലെ തന്നെ അച്ചാച്ചൻ പറയുന്നു കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം ഡാൻസ് ടീച്ചർക്ക് അറിയാം, എന്നിട്ടും അവർ ആ ബന്ധം സംരക്ഷിച്ചു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പായിട്ടും അന്വേഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അവരെ രംഗത്ത് കൊണ്ടുവരണം. അവരങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് വശം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പൊ അസ്കർ ഉള്ളത് പോലീസ് കസ്റ്റഡിയിലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഏത് അസ്കർ 2022 ആമിന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വിവാഹം ചെയ്തു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അവളിപ്പോ നടക്കാനും സംസാരിക്കാനും പോലും പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നും കൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും. അതിലേക്ക് നമുക്ക് വരാം. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ 2022 ഈ അസ്കർ ആമിനയെ പരിചയപ്പെടുന്നത്. ആമിനയ്ക്ക് ആ സമയത്ത് വെറും 18 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ആമിന ഏതൊരു കോഴ്സ് ചെയ്യുന്ന ഒരു സമയമാണത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് അസ്കറിനെ ബസ്സിൽ വെച്ച് ആമിനെ പരിചയപ്പെടുന്നത്. അതോടെ ആ ബന്ധം വളർന്നു, പ്രണയത്തിലായി. അങ്ങനെ അസ്കറും വീട്ടുകാരും എന്താക്കി, വിവാഹ ആലോചനയുമായി ആമിനയുടെ വീട്ടിലേക്ക് വന്നു. പക്ഷെ ആമിനയുടെ വീട്ടുകാർ അത് നിരസിച്ചു എന്നുള്ളതാണ്. അവൾ പഠിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ അവൾ വിവാഹം കഴിച്ചു കൊടുക്കത്തുള്ളൂ എന്നുള്ളതായിരുന്നു ആമിനയുടെ വീട്ടുകാരുടെ നിലപാട്. പക്ഷെ അസ്കറുടെ വീട്ടുകാർ വിട്ടുകൊടുത്തില്ല. അവർ നിരന്തരമായി ആമിനെ പോയി കണ്ടു, അവളെ കൺവിൻസ് ചെയ്തു. അസ്കറിന്റെ കൂടെ ഇറങ്ങി പോരാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ അവൾ എത്തിച്ചു. അങ്ങനെ അവള് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമെന്നായപ്പോ ആമിനയുടെ വീട്ടുകാരെന്താക്കി, ആ വിവാഹം അങ്ങ് നടത്തി കൊടുത്തു. മകൾ ഒളിച്ചോടി കഴിഞ്ഞാണെങ്കിൽ വീട്ടുകാർക്കാണല്ലോ നാണക്കേട്. ആ നാണക്കേട് ഓർത്ത് എന്താക്കി അവർ ആ വിവാഹം അങ്ങ് നടത്തി കൊടുത്തു. അങ്ങനെ വിവാഹം എല്ലാം നടന്നു. അടുത്ത ദിവസം തൊട്ട് ഈ പറഞ്ഞ അസ്കർ ആമിനെ നിരന്തരമായി അങ്ങ് ഉപദ്രവിക്കാൻ തുടങ്ങി. സ്വർണത്തിന്റെ പേരും പറഞ്ഞൊക്കെയായിരുന്നു ഉപദ്രവം. അതിനെക്കുറിച്ച് ആമിനയുടെ ഉമ്മ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോ. ആദ്യം വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളെ മതത്തിന്റെ പേരിൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ നിക്കാഹ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ജമാഅത്തിൽ പാലോട് പെരിങ്ങമല പാപ്പനങ്കോട് ജമാഅത്തിൽ വെച്ച് അവിടെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തി കൊടുത്ത്. നിക്കാഹ് നടത്തി കൊടുത്തെങ്കിലും കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോയ അന്ന് തൊട്ടേ പീഡനമായിരുന്നെന്ന്. പേരിലെന്ന് പറഞ്ഞാൽ ഇവരെ ഉദ്ദേശം എന്ന് പറഞ്ഞത് കുറച്ച് പണം കിട്ടും, കുറച്ച് സ്വർണം, എന്റെ വീടും പേരോട്ട്. എനിക്കൊരു 10 സെന്റ് ഒരു വീടുമുണ്ട്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. അപ്പൊ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു മോക്ക് വയ്യാതാവുന്നതിന് മുമ്പ്. അപ്പൊ ഞാൻ 10 മണിക്ക് പോയ രാത്രി 9 മണിക്കാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് അടുത്തുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ് ഇവരും ഇവന്റെ ഉമ്മായും സഹോദരി ഇവനും കൂടെ നമ്മളെ പരിസരമൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോഴും മോൾ അവിടെയുണ്ട്, മോൻ പഠിക്കാൻ പോകുമായിരുന്നു. ആ സമയത്തൊക്കെ വന്ന് നോക്കിയിട്ടാണ് പിന്നെ ഈ കൊച്ചിനെ ഇത് ഇവക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. എന്നിട്ട് സ്വർണത്തിന്റെ പേരിലും പൈസയുടെ പേരിലും കൊച്ചിനെ നിരന്തരം ഉപദ്രവിക്കുന്ന പറയാനില്ല. ആദ്യമായിട്ട് എന്റെ കൊച്ചിനെ തലയ്ക്കാൻ അടിക്കണേന്ന്. തലയിലെ ബാക്ക് സൈഡിലാണ്, സെറിബെല്ലത്തിലാണ് അടിച്ച് ബ്ലഡ് കട്ടിയായിട്ടാണ് എന്റെ കൊച്ചിന് നടക്കാനോ സംസാരിക്കാനോ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഈ 2024 കൊച്ചി പെരുന്നാളിന്റെ 2 ദിവസത്തേക്ക് മുമ്പ് മോൾ എൻ്റെ അടുത്ത് വന്ന് ഉമ്മച്ചി ഇങ്ങനെയാണ് കാര്യം. അപ്പം ഞങ്ങൾ പറഞ്ഞു നീ പോകണ്ട, നീ ഇവിടെ നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ് ഉമ്മച്ചി ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ അടിക്കും, അല്ലെങ്കിൽ ഇവിടെ വരും. എൻ്റെ മോള് എൻ്റെ വീട്ടിൽ വരുന്ന അങ്ങനെ വീട്ടിൽ വിട്ടിട്ടില്ല. ആ ഇടയ്ക്ക് ഒരു 2-3 ദിവസം എൻ്റെ മോളെ വിടുമായിരുന്നു. എന്നിട്ട് വിട്ടിട്ട് പിന്നെ ഉമ്മച്ചി ഞാൻ പോയില്ലെങ്കിൽ എന്നെ ഇപ്പം വന്ന് കൂട്ടിക്കൊണ്ടു പോകും, കൊണ്ടുപോയിട്ട് വഴിയിൽ കൊണ്ടുവച്ച് ഉപദ്രവിക്കുകയാണ് ചെയ്യണേന്ന്. ഏറ്റവും മെച്ചമെന്ന് പറയുന്ന ഈ ഉമ്മായും സഹോദരിയാണ് ഇവനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അമ്മ, അതിനകത്ത് ഈ അഷ്കറിന്റെ ക്രൂരത നമ്മളിപ്പോ കണ്ടു. കുഞ്ഞിന്റെ എങ്ങനെയാ ഉപദ്രവിക്കുന്നത്? വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. ഇതായിരുന്നു നിരന്തരം. എന്നാൽ വീട്ടിൽ നിന്ന് വണ്ടി ഓട്ടത്തിനെന്നും പറഞ്ഞ് പോവും, രാവിലെ പോവും. വരുന്നത് വെളുപ്പാങ്കാലം 5 മണി. ചിലപ്പോൾ ഓട്ടോറിക്ഷ ഇവര് രണ്ടുപേരും ഇവിടെ പോയപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ ഒന്ന് പിടിച്ച് തള്ളിയെന്ന് ഞങ്ങളെ ഭയങ്കരമായ ചീത്ത പറച്ചിലാണ്. അപ്പൊ ഈ കൊച്ചിനെ അത് കേൾക്കാൻ കൂല. അത് കരയുമ്പോൾ നീ എന്തിനാണ് ഈ കരയണേന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഉപദ്രവിക്കുന്നത്. അടിച്ച് എന്നിട്ട് അവരെ വീട്ടിൽ 1 മാസമേ ഉള്ളായിരുന്നു, കുടുംബ വീട്ടിൽ. പിന്നെ അഷ്കർ എന്റെ മോളെ വാടകയ്ക്കാണ് എടുത്ത് ഒറ്റയ്ക്ക് പ്രത്യേകം താമസിപ്പിക്കുന്നത്. 2 നില വീട്ടിൽ എന്റെ 18 വയസ്സായ മോളെ ഒറ്റയ്ക്ക് താമസിപ്പിച്ച്
നോക്കിയിട്ടാണ് അവന്റെ ഉമ്മ വിളിച്ച് പറയുന്നത് പോലെയാണ് എന്റെ കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഉമ്മയും സഹോദരിയും വരും, കൊച്ചിന് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അതിനെ ഇടയ്ക്ക് എന്തോ ഒരു ഈ മർദ്ദിച്ചെന്തോ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ കൊച്ചിനെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിനാണ് കൊച്ചിനെ അടിച്ചത്. കൊച്ചിനെ അടിച്ച് കൊച്ചു ബോധം ഇല്ലാതെ ആയപ്പോഴത്തേക്ക് ഇവര് വിചാരിച്ച് മരിച്ചെന്നും പറഞ്ഞ് ഇവര് മൂന്നുപേരും കൂടെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി കയറൊക്കെ ഇങ്ങനെ ഇട്ടപ്പോഴും കൊച്ചിന് എന്തോ ഇല്ല പെട്ടെന്നൊരു ഓർമ്മ വരും പോലെ വന്ന് കൊച്ചു നില വിളിച്ചപ്പോഴത്തേക്ക് കയറങ്ങ് മാറ്റിയിട്ട് പറഞ്ഞെന്ന് നിന്നെ ഞങ്ങൾ കൊന്ന് ഫാനിൽ കെട്ടിത്തൂക്കും, എന്നിട്ട് നീ സ്വന്തമായിട്ട് മരിച്ചെന്ന് ഞങ്ങൾ പറയുമെന്ന് വരുത്തി തീർക്കുമെന്ന്. 2024 തല പിടിച്ച് ഭിത്തിയിലിടിച്ച് കുഞ്ഞിന് വയ്യാതായിട്ട് എത്ര ദിവസം കോമ കിടന്നു? ഹോമോ സ്റ്റേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമാണ് ഹോമോ സ്റ്റേജിലായത്. അത് 13 മാസം ഹോമോ സ്റ്റേജിൽ 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ആശുപത്രിയിലാണ്. ഞങ്ങൾ വീട്ടിൽ തുച്ഛമായ ദിവസം ഈ 2 വർഷത്തിനകം വെച്ച് നിന്നിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് അവസ്ഥ. ഇനി ഇത്രയുമായ സ്ഥിതിക്ക് ഈ അസ്കറിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ആമിനയുടെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഭയങ്കര മൊഞ്ചാണ് അല്ലേ? പക്ഷെ അസ്കറിനെ കെട്ടി അസ്കറിന്റെ ഉപദ്രവങ്ങൾക്ക് ശേഷമുള്ള ആമിനയുടെ ഇപ്പോഴത്തെ കോലം കാണണം നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്. ഉപദ്രവിക്കുമായിരുന്നോ? ഒന്ന് പേരും കൊണ്ട് തല പിടിച്ചിടിച്ചല്ലേ? ആ, എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി. എന്തായാലേ കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയിരുന്ന കൊച്ചായിരുന്നു, എന്തൊരു സുന്ദരായിട്ടുള്ള കൊച്ചായിരുന്നു. അവളെയാണ് ഇവരിങ്ങനെ ജീവച്ഛവമാക്കി മാറ്റിയത്. ഇവളെങ്ങനെ ഒരു പരുവത്തിലാക്കിയ സമയത്ത് അസ്കറിനെതിരെ ആമിനയുടെ വീട്ടുകാർ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പോലീസുകാർ ഇത് മുഖവിലേക്ക് എടുത്തില്ല, അവരങ്ങ് വെറുതെ വിട്ട്. അന്ന് അവനെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു കുഞ്ഞും കൂടി മരിക്കില്ലായിരുന്നു. ഇതിപ്പോ അവൻ കാരണം 2 ജീവനുകളാണ് ഇല്ലാണ്ടായത്. ഒരാൾ മരിച്ചു, മറ്റേ ആള് മരിച്ചതിന് തുല്യമായി ജീവിക്കുന്നു. ഇനിയും ഇവനെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാണെങ്കിൽ നാളെ ഇനിയും ഇവൻ വേറെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതം കുളം തോണ്ടും. ഇവൻ ഇനി പുറം ലോകം കാണരുത്. ഇനിയെങ്കിലും നമ്മുടെ സിസ്റ്റം കണ്ണ് തുറന്ന് പ്രവർത്തിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.